പറഞ്ഞാൽ ഈ സ്ഥലം നിങ്ങൾ വിട്ടുകൊടുക്കാത്തതിനുള്ളൊരു പ്രതികാരമായിട്ടാണ് ഇത് ചെയ്തത്. അത് ചെയ്തിട്ടുണ്ട്. പോലീസൊക്കെ കൃത്യമായി ഇടപെട്ടോ പരാതിയിലൊക്കെ, അതോ ജനപ്രതിനിധികളൊക്കെ ഇടപെട്ടതിന് ശേഷമാണോ? ജനപ്രതിനിധികളും ഇടപെട്ട് പോലീസും എല്ലാം കൃത്യമായിട്ട് ഇടപെട്ട് എന്നാണ്. അത് ഉത്തരേന്ത്യൻ മോഡൽ ബുൾഡോസർ രാജാണ് ശരിക്കും ഹരിപ്പാട് നടന്നത്. ആഭ്യന്തരമന്ത്രിയുടെ മണ്ഡലമായ ഹരിപ്പാടാണ് ഈ ദാരുണ സംഭവം ഉണ്ടായത്. കഴിഞ്ഞ ദിവസമാണ് ഈ വിവാദ ശ്രീവത്സം ഗ്രൂപ്പ് തൊട്ട് അവരുടെ കടയുടെ മുന്നിൽ വർഷങ്ങളായി ചെറിയ കട നടത്തിയിരുന്ന അശോകൻ്റെ കട പൊളിച്ചു കളഞ്ഞത്. സമീപത്തുള്ളൊരു വീണ ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്ന സ്ഥലവും അവർ വാങ്ങിയിരുന്നു. അതും ഈ അശോകൻ്റെ സ്ഥലവും കൂടി അവർക്ക് ആവശ്യമുണ്ടായിരുന്നു. അദ്ദേഹവുമായിട്ട് കുറേ നാളുകളായി വിലപേശലൊക്കെ നടത്തി. പക്ഷേ അദ്ദേഹം വഴങ്ങാത്തതിനെ തുടർന്നാണ് രാത്രിയുടെ മറവിൽ ഗുണ്ടകളെ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ളൊരു നടപടി ശ്രീവത്സം ഗ്രൂപ്പ് നടത്തിയത്. ഈ സംബന്ധിച്ച് 2 കേസുകൾ ശ്രീവത്സം ഗ്രൂപ്പിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അശോകൻ്റെ പരാതിയിൽ ശ്രീവത്സം ഗ്രൂപ്പ് ഉടമ അടക്കമുള്ളവർക്കെതിരെ പരാതി എടുത്തിട്ടുണ്ട്. കൂടാതെ ഈ നിർമ്മാണത്തിനിടെ നഗരസഭയുടെ കൈവരി തകർത്തതിന് ഷാവുൽ ഹമീദ് എന്ന ചെറായി സ്വദേശിക്കെതിരെ PDPP ആക്ട് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. കണ്ടാറിൽ അറിയാവുന്ന മറ്റ് 5 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. എന്നാൽ ഇത് വിവാദമായതിന് പിന്നാലെ ഇന്ന് ഈ ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിൽ ഒരു ചർച്ച നടക്കുകയും ചർച്ചയിലാണ് ഇത്തരത്തിൽ പകരം ഈ കെട്ടിടം നിർമ്മിച്ച് നൽകാം, കട നിർമ്മിച്ച് നൽകാമെന്നുള്ള തീരുമാനത്തിലെത്തിയത്. എന്തായാലും ഇപ്പോൾ അശോകൻ തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, കട പൊളിച്ചു മാറ്റിയ സംഭവം, അതിലിപ്പോൾ ഒടുവിൽ ഒരു നടപടി ഉണ്ടായിരിക്കുന്നു. എന്തായിരുന്നു സംഭവിച്ചത്? ഇപ്പോൾ ഉണ്ടായ തീരുമാനത്തിൽ താങ്കൾ സന്തുഷ്ടനാണോ? എന്തായാലും സംഭവിച്ചെന്ന് പറഞ്ഞാൽ രാവിലെയാണ് സംഭവം അറിയുന്നത്. ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന ഒരു കടയാണ്. നമ്മുടെ മൊത്തത്തിൽ ഇടിച്ച് പൊളിച്ച് ഇട്ടേക്കുവാണ് സംഭവം നടന്നത്. നമ്മൾ ആ പടമായിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് പോലും എനിക്ക് പോലും അറിയാം. നമ്മുടെ ഉപജീവനമായി പോയല്ലേ ഇത്. ഞാനാണെങ്കിൽ പലരെയും പോയി കണ്ട് അവരെല്ലാവരും വന്ന് നോക്കിയോ വൈകുന്നേരം ആളെല്ലാം ജനമെല്ലാം നമ്മുടെ കൂടി ഒരു രാഷ്ട്രീയം എല്ലാം ഇല്ലാതെ ഭേദമില്ലാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെ കൂടെ വന്ന് നിന്ന് രാവിലെ ചർച്ചയ്ക്കായി ആ കട പ്രതിഷേധമാക്കി. എന്നിട്ട് അവർ രാവിലെ ചർച്ചയ്ക്ക് പൊളിറ്റീഷ്യനെ വിളിക്കുകയായിരുന്നു. ഇവർ ഈ സ്ഥലം നേരത്തെ ഉന്നമിടുന്നുണ്ടായിരുന്നു. നേരത്തെ തൊട്ട് ഒരു ഉന്നമിട്ടുകൊണ്ടിരിക്കും. നമ്മൾ കൊടുക്കും. നമ്മുടെ ഉപജീവനം വേറെ മാർഗ്ഗമില്ല. അവർക്ക് കൊടുക്കലൊക്കെ ഉണ്ട്, നമുക്കൊരു വകയില്ല. നമ്മൾ അന്നുകൊണ്ടുള്ള ജീവിതമാണ് ഒരു കടവുണ്ടാവും ജീവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കൊടുക്കാനത്. വേറെ നമ്മൾ മേടിച്ചിട്ട് അങ്ങോട്ട് പോകാനാണ്. ഇന്ന് തന്നെ താൽക്കാലിക ഷെഡ് പണിയും പിന്നീട് ബാക്കി ഷെഡ് പണി ഇപ്പം പറഞ്ഞ് ഇപ്പം പണിയണോ അല്ലെങ്കിൽ വേനൊക്കെ നിങ്ങളുടെ പണി പുതിയ കടയുടെ പണി നാളെ മറ്റന്നാൾ തൊട്ട് തുടങ്ങും. അപ്പോൾ തൽക്കാലം കണ്ടിട്ട് 1 മാസത്തേക്ക് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ചിലവിന് തരാമെന്നാണ് അവർ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥലം നിങ്ങൾ വിട്ടുകൊടുക്കാത്തതിനുള്ളൊരു പ്രതികാരമായിട്ടാണ് ഇത് ചെയ്തത്. അത് ചെയ്തിട്ടുണ്ട്. പോലീസൊക്കെ കൃത്യമായി ഇടപെട്ടോ പരാതിയിലൊക്കെ, അതോ ജനപ്രതിനിധികളൊക്കെ ഇടപെട്ടതിന് ശേഷമാണോ? ജനപ്രതിനിധികളും ഇടപെട്ട് പോലീസും എല്ലാം കൃത്യമായിട്ട് ഇടപെട്ട് എന്നാണ് പറയാം. എല്ലാവരും തൃപ്തികരമായിട്ട് നമുക്ക് സന്തോഷമാണ്. എത്ര വർഷമായിട്ടുള്ള ഉപജീവന മാർഗമായിരുന്നത്? ഞാൻ 20 വർഷം. ഞാൻ ചേർന്ന് നമ്മുടെ അച്ഛൻ്റെ കാലത്തൊട്ടുള്ള കടയത്. ഞാൻ തുടങ്ങിയപ്പോൾ 20 വർഷമൊക്കെ മേളിലായി. എന്തായാലും ഒടുവിൽ നീതി നടപ്പായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയും കേരളത്തിൽ സംഭവങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഒരാളുടെ ഒറ്റ തീരുമാനത്തിൽ അല്ലെങ്കിൽ തനിക്ക് ഏറ്റെടുക്കേണ്ട സ്ഥലം എതിർകക്ഷി വിട്ടുകൊടുക്കാത്തതിനാൽ എതിർകക്ഷിയുടെ സ്ഥാപനമടക്കം തകർക്കുന്ന സംഭവം നമ്മൾ നേരത്തെ വടക്കേന്ത്യയിലേക്ക് മാത്രം കേട്ടുകേൾവിയുള്ള സംഭവമാണ്. പക്ഷേ അത് ഇവിടെയും സംഭവിച്ചിരിക്കുന്നു. പക്ഷേ കൃത്യമായി ജനപ്രതിനിധികളും നാട്ടുകാരും വ്യാപാരി വ്യവസായികളും സംഘടനകളുമൊക്കെ ഇടപെട്ടതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് ഒടുവിലെത്തിയത്. ഇപ്പോൾ അദ്ദേഹത്തിന് കെട്ടിടം പകരം നിർമ്മിച്ചു നൽകാമെന്നുള്ള ധാരണയിലെത്തിയിട്ടുണ്ട്. അപ്പോഴും കേസ് നിലനിൽക്കും. ഈ ശ്രീവത്സം ഗ്രൂപ്പ് ഉടമയ്ക്കെതിരെയും അതോടൊപ്പം ഇതിന് തകർക്കാൻ നേതൃത്വം നൽകിയ ആളുകൾക്കെതിരെ കേസ് നിലനിൽക്കും. അവർക്കെതിരെയുള്ള തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് ഹരിപ്പാട് പോലീസ് അറിയിക്കുന്നത്. എന്തായാലും കട ഉടമയ്ക്ക് ആയ അശോകന് പകരം കട കിട്ടിയതിൻ്റെ ആശ്വാസമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്നത്.